ലോകത്ത് എവിടെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ മുത്തപ്പൻ കെട്ടിയാണ്. അതൊക്കെ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി കെട്ടിയാണ്. ഇത് ഒരു സ്റ്റേജിലാണ് അവതരിപ്പിച്ചത്. അതോ ഈ മുത്തപ്പൻ കെട്ടാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു സമുദായത്തിനാണ് ചെയ്തിരിക്കുന്നത്. ഒരു മുത്തപ്പൻ ഒരു പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോ അത് കെട്ടിയായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രശസ്ത നാടക കലാകാരൻ അതുപോലെ ഏഷ്യാനെറ്റ് മുൻഷീഫയും ബിജു തിരുനാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി തെയ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു മലയ സമുദായ അംഗമാണ്. മലയ സമുദായത്തിൽപ്പെട്ട കുറച്ച് തെയ്യങ്ങൾ കെട്ടിയാടിയ ഒരു വ്യക്തിയാണ്. പിന്നെ കൂടെ പോയതൊന്ന് അരിപ്പണിക്കൽ അലോടി എന്നുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ആചാരപ്പെട്ട ഒരു മലയ സമുദായ അംഗമാണ്, പണിക്കറാണ്. അപ്പോൾ നമ്മുടെ ഉത്തര കേരളത്തിൽ ഏറ്റവും നമ്മുടെ ഒരു വികാരമാണ് മുത്തപ്പൻ എന്നുള്ളത്. അപ്പോ ലോകത്ത് എവിടെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ മുത്തപ്പൻ കെട്ടിയാണ്. അതൊക്കെ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി കെട്ടിയാണ്. ഇത് ഒരു സ്റ്റേജിലാണ് അവതരിപ്പിച്ചത്. അതോ ഈ മുത്തപ്പൻ കെട്ടാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു സമുദായത്തിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ മധ്യാതരപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചവർക്ക് അത് വളരെ അവർക്ക് ആരാ കെട്ടിയെന്ന് അറിയില്ല. നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ മുത്തപ്പൻ സ്റ്റേജിന് മേലെ അവതരിപ്പിച്ചു. അതുപോലെ മുത്തപ്പൻ അടിച്ചുകളി എന്നുള്ള ചടങ്ങ്, വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങൊക്കെ അതിൽ കണ്ടു. അതിന്റെ വീഡിയോ ഉണ്ട്. അതിൽ മുത്തപ്പൻ സംസാരിക്കുന്നത്, ഒരു ഭക്തയായ കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദക്ഷിണ വാങ്ങുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തികച്ചും കുറ്റകരമായ ഒരു സംഭവമാണ്. നമ്മൾ ആചാര അനുഷ്ഠാനത്തോടുകൂടി ചെയ്യുന്നതാണ് തെയ്യം. തെയ്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വേദിയിൽ ഒരു നിമിഷം കെട്ടിയ ആളുകളാണ്. അതിനൊരുപാട് അനുഷ്ഠാന രീതികളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. തെയ്യം തീരുമാനിക്കല്, തെയ്യം തീരുമാനിച്ച അടയാളം കൊടുക്കല്, അടയാളം കൊടുത്തതിന് ശേഷമുള്ള വ്രതം, അനുഷ്ഠാനം, ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിൽ നിർവഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, തോറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ വെള്ളാട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് തെയ്യം പൂർണ്ണതയിലെത്തുക. എന്നാൽ ഇതൊന്നുമില്ലാതെ കേവലം പോയിട്ട് ഒരു പ്രദർശന വസ്തു പോലെ മുത്തപ്പന കെട്ടിയാടുന്ന അവസ്ഥയുണ്ടായി. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വിശ്വാസികൾ എല്ലാവരും തന്നെ ഇതിനെതിരായിട്ട് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ബോധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി നമ്മൾ പ്രസ് മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഇത് MBSS മണ്ണാൻ സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് വിളിച്ചു ചേർത്തിയത്.